വിശ്വസാഹിത്യത്തിലെ മഹാപ്രതിഭകളിൽ ഒരാളാണ് റഷ്യൻ നോവലിസ്റ്റ് ദസ്തയേവ്സ്കി. ലോകത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റായി അദ്ദേഹത്തെ കണക്കാക്കുന്നവരുമുണ്ട്. വിചിത്രവും സ്തോഭപൂർണവും അവിശ്വസനീയവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നാനാതരം ദൗർഭാഗ്യങ്ങളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും ആന്തരവൈരുദ്ധ്യങ്ങളിലും പെട്ട് വലിഞ്ഞു മുറുകി നിന്ന ഒരു ജീവിതം. തകർന്ന സ്നേഹബന്ധങ്ങൾ, ഒറ്റപ്പെടൽ, ദാരിദ്ര്യം, കടം, രോഗം, അസന്മാർഗി എന്നുള്ള ചീത്തപ്പേര്, ചൂതുകളിയുടെ ഭ്രാന്ത്. ദസ്തയേവ്സ്കിയുടെ ജീവിതം ഒരു ദുരന്ത കഥയായിത്തീരുന്നു. ദസ്തയേവ്സ്കിയും അന്നയും ഒന്നിച്ചുള്ള 3 ആഴ്ചക്കാലത്തെ ജീവിതവും ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയുമാണ് ഈ കഥയുടെ പശ്ചാത്തലം. എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഉൾപ്പോര്, എഴുത്തുകാരൻ അനുഭവിക്കുന്ന ആത്മസംഘർഷം, ദൈവികമായ ഒരനുഭവത്തിൻ്റെ വികാരമൂർച്ച കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു കാവ്യാനുഭവം, ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ: അലിയാർ, GK പിള്ള, P ഗംഗാധരൻ നായർ, PC സോമൻ, അനന്തപുരം രവി, പട്ടം ബേബി, KR പ്രേമൻ, ജോസഫ് ഗാൻഷ്യസ്, അമ്പാടി തങ്കപ്പൻ, വഴുതക്കാട് ബാബു, മീന നെവിൽ, കോട്ടയം ശാന്ത, CS രാധാദേവി, കൃഷ്ണപ്രിയ. സംഗീതം മുരളി സിത്താര. സാങ്കേതിക സഹായം S ഗോപിനാഥൻ നായർ. സംവിധാനം KA മുരളീധരൻ, ബേബൻ കൈമാപ്പറമ്പൻ. ഒരു സങ്കീർത്തനം പോലെ. ഗുഡ് മോർണിംഗ് ഫെദോസിയ. ഗുഡ് മോർണിംഗ്. ദാ ചായ. ഞാൻ ഓർത്തു ഫയദോർ ഉണർന്നു കാണുകയില്ല എന്ന്. പിന്നെ ഉണരാതെ 7 മണിയാകുവോളം ആരെങ്കിലും കിടന്നുറങ്ങുമോ? അത് കൊള്ളാം. ഫയദോർ ഇന്നലെ രാത്രി എപ്പോഴാ വന്നേ? ഓർമ്മയുണ്ടോ അന്നേരം ഏതവസ്ഥയിലായിരുന്നു എന്ന്? എൻ്റെ ബഹുമാനപ്പെട്ട ഫെദോസിയ അമ്മായി, നല്ല ഒരു ഉറക്കത്തിന് ശേഷം കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ആരോർക്കുന്നു? അർദ്ധരാത്രി വരെ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പിന്നെ വിളക്കണച്ച് കിടന്നു. ഒരു കാര്യം തീർച്ചയാ, ഈ കെട്ടിടത്തിൽ അവസാനം ഉറങ്ങാൻ കിടന്നത് ഞാൻ തന്നെയാ. കിടന്ന ഉടനെ ഉറങ്ങിയും പോയി. വാതിൽ മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നപ്പോൾ സമയം എന്തായെന്ന് തീർച്ചയുണ്ടായില്ല. വെളുക്കാൻ പിന്നെ എന്തുണ്ടായിരുന്നു ബാക്കി? ഈ വയസ്സായവർക്ക് സന്ധ്യ ആവുമ്പോഴേക്കും ഉറക്കം വരും. ഉറക്കം വരുമ്പോൾ പാതിരാത്രി ആയെന്നാണ് അവരുടെ വിചാരം. ഒരു തമാശക്കാരൻ. ആ ചായക്കപ്പിങ്ങിതാ. ഹാ, പിണങ്ങാതെ. എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഭൂമിയിൽ വേറെ ആരാ ഉള്ളത് ഈ കിഴവിയല്ലാതെ? ഞാൻ കുറ്റപ്പെടുത്തുന്നത്
സന്തോഷത്തോടെയാണെന്നാണോ ഫയദോറിന്റെ വിചാരം? അല്ല, സ്നേഹം കൊണ്ട്, സഹതാപം കൊണ്ട്. ഒരാൾ ഇങ്ങനെ നശിക്കുന്നത് കണ്ടിട്ട്. എനിക്കറിയാം, പുറത്ത് ലോകം മുഴുവൻ ഫയദോർ മിഖൈലോവിച്ച് ദസ്തയേവ്സ്കിയെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും കാത്തു നിൽക്കുകയാണെന്ന്. ഒക്കെ നശിച്ചു, സ്വന്തം ജീവിതം പോലും. അല്ലെങ്കിൽ എങ്ങനെ മതിപ്പുണ്ടാകും മറ്റുള്ളവർക്ക്? കണ്ടവരോടൊക്കെ കടം മേടിച്ച്, കള്ളുകുടിച്ച്, ചൂത് കളിച്ച് നടക്കുന്ന നാണം കെട്ട ദസ്തയേവ്സ്കിക്ക് എന്തൊക്കെ ബഹുമതികളാണ്. മതി, സ്റ്റെല്ലോവ്സ്കി വരുന്നുണ്ട്. ആ നീചന് നോവല് തീർത്തു കൊടുത്തോ ഇതുവരെ? ആ 3000 റൂബിളിന്റെ കടപ്പത്രം കൊണ്ട് അയാൾ ഫയദോറിന്റെ എല്ലാം തട്ടിപ്പറിക്കും. ഹലോ ദസ്തയേവ്സ്കി, ഗുഡ് മോർണിംഗ്. ആഹാ, വരണം സ്റ്റെല്ലോവ്സ്കി. ഞാൻ ഇപ്പോൾ താങ്കളുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. എന്നെ ഓർമ്മയുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ ആകപ്പാടെ വലിയ വിഷമത്തിലാണ്. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല. എന്തിനാ മറ്റുള്ളവരെ പറയുന്നത്? എഴുതിയ ആൾക്ക് പോലും അർത്ഥം പിടികിട്ടാത്ത ഒരു വാക്യം പോലെയാണ് എൻ്റെ വിധി. ഞാനിപ്പോൾ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ്. അതുപോട്ടെ, സ്റ്റെല്ലോവ്സ്കി സംശയിക്കണ്ട. നിങ്ങൾക്കുള്ള നോവൽ ഞാൻ എത്രയും വേഗം എഴുതി തീർക്കും. ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല വന്നത്. ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്ന് മാത്രം, ഒന്ന് കാണാൻ. എൻ്റെ എഴുത്തുകാരെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സ്നേഹമെന്നൊക്കെ പറയുന്നതിന് എന്താണ് അർത്ഥം? ദുഷ്ട, നിന്റെ നാവ് കൊണ്ട് സ്നേഹത്തെക്കുറിച്ച് പറയാതെ. കേട്ടില്ല, എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ പോട്ടെ. അങ്ങേ ദൈവം അനുഗ്രഹിക്കും. ഫെദോസിയ, എന്താ? ആ അലോൻകിൻ താഴെ ഉണ്ടാവുമോ? അലോൻകിൻ പിന്നെ എവിടെ പോകാനാ? അയാൾ അയാളുടെ കടയിലുണ്ടാവും. വന്ദനം അലോൻകിൻ. വന്ദനം, വന്ദനം. ഇന്നലെ ചൂതുകളിച്ചെല്ലാം നഷ്ടപ്പെട്ടല്ലേ? ഞാൻ കേട്ടു. പിന്നെ കേൾക്കാതെ വരുമോ? ദസ്തയേവ്സ്കിയുടെ നഷ്ടങ്ങളുടെ കണക്ക് വയ്ക്കുന്ന കാര്യം ആരും മറക്കില്ല. എന്നോട് പിണങ്ങണ്ട. ഞാൻ വെറുതെ കേട്ടത് പറഞ്ഞത് മാത്രം. അലോൻകിൻ പറ, ദാരിദ്ര്യവും ദൗർഭാഗ്യവും ഒരു കുറ്റമാണോ? എന്താ സംഗതി? ഞാൻ വെറുതെ ഓർക്കുകയായിരുന്നു. ചിലരുടെ ഭാവം കണ്ടാൽ അങ്ങനെ തോന്നും. ഞാൻ പറയുന്നത് കല്ലുകൊണ്ട് പണിത മനസ്സുള്ളവരെ കുറിച്ചാണ്. എന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്ന ആളല്ല ഞാൻ. ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? സ്നേഹവും അലിവുമുള്ള ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുന്നത് ഏതു മനുഷ്യൻ്റെയും ഭാഗ്യമാണ്, വിശേഷിച്ചും എന്നെപ്പോലെയുള്ള ഒരാളിന്. പക്ഷേ വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും അങ്ങനെയല്ല. ദൈവം നല്ല മനുഷ്യരെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അലോൻകിൻ, എനിക്കൊരു 15 റൂബിൾ കടം താ. വാടക കുടിശ്ശികയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ കൂടെ ഈ കടവും കൂടെ കൂട്ടിക്കോ. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് തരും. മാസാവസാനത്തോടെ കാര്യങ്ങളൊക്കെ ശരിയാകും. ഒരാളുടെ അവസ്ഥ എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഞാൻ എന്തു പറയാനാ ഇത്രയും വലിയ ഒരാളിനോട്? ഇന്ന 15 റൂബിളുമുണ്ട്. എങ്ങനെയാ ഞാനിതിന് നന്ദി പറയുന്നേ? ഇത്രയും താല്പര്യം എൻ്റെ കാര്യത്തിൽ ദൈവം കൂടി കാണിച്ചെങ്കിൽ സംഗതികൾ ഒരുവിധം ഭംഗിയായി നടന്നു പോയേനെ. ഇനി എങ്ങോട്ടാ? നേരെ ചൂതുകളി കേന്ദ്രത്തിലേക്ക് അല്ലേ? ഏയ്, ചുമ്മാ. പിന്നെ എനിക്കറിഞ്ഞുകൂടെ, നടന്നെത്താൻ വൈകും. ഒരു വണ്ടി പിടിച്ചോ. അലോൻകിൻ, ഇങ്ങനെ കൊല്ലുന്ന തമാശ പറയാതെ. ആ സ്റ്റെല്ലോവ്സ്കി വന്നു പോകുന്നത് കണ്ടല്ലോ. എത്രയും വേഗം അയാൾക്കുള്ള നോവൽ എഴുതി കൊടുത്ത് ആ കടം വീട്ടിക്കും. ഇല്ലെങ്കിൽ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാനുള്ളതിൻ്റെയും അവകാശം അയാൾക്ക്. അങ്ങനെയല്ലേ കണ്ടീഷൻ? ഓർത്തോ, അയാൾ എഴുത്തുകാരുടെ ചോര കുടിക്കുന്ന അട്ടയാ.
അന്നേ, നീ എന്താ ഇത്ര രാവിലെ? ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കല്ലമ്മേ, ഓൾഖിൻ പറഞ്ഞിട്ട് വേറൊരാളുടെ അടുത്തേക്ക്. വേറൊരാളുടെ അടുത്തേക്കോ? എന്തിനെ? ഒരാൾക്കൊരു സ്റ്റെനോയെ ആവശ്യമുണ്ടെന്ന്. കിട്ടിയാൽ ഭാഗ്യമായി അമ്മേ. നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരെ ജോലിക്ക് പോകാൻ? കഷ്ടപ്പാടുണ്ട് എന്നോർത്ത്. ഇതങ്ങനത്തെ ജോലി അല്ലമ്മേ. പിതാവ് പറഞ്ഞ അമ്മ കേട്ടിട്ടില്ലേ ദസ്തയേവ്സ്കിയെ കുറിച്ച്? അദ്ദേഹത്തിന് പകർത്തി എഴുതാൻ ഒരാളെ വേണമെന്ന്. നോവൽ എഴുത്തുകാരൻ ദസ്തയേവ്സ്കിക്കോ? അതെ, മഹാനായ നോവലിസ്റ്റ്. പാവപ്പെട്ടവരും കുറ്റവും ശിക്ഷയും ഒക്കെ എഴുതിയ. പിതാവ് ഒരിക്കൽ പറഞ്ഞു, ദസ്തയേവ്സ്കിയുടെ ഹൃദയത്തിനു മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന്. അതില്ലാത്ത ഒരാൾക്ക് അങ്ങനെ എഴുതാൻ കഴിയുമോ? അത്ര സുന്ദരമായിട്ട്, അത്രമേൽ ഹൃദയത്തെ ഇളക്കി മറിക്കുമാറ്. ഞാൻ ഓർക്കുന്നുണ്ട്. നിന്റെ പിതാവിന് ദസ്തയേവ്സ്കി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് ദസ്തയേവ്സ്കിയുടെ സ്റ്റെനോഗ്രാഫർ ആവാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചിട്ട് പോകുഞ്ഞേ. ആരാ? ഞാൻ അന്ന. ഇതല്ലേ നോവലിസ്റ്റ് ഫയദോർ മിഖലോവിച്ച് ദസ്തയേവ്സ്കിയുടെ വീട്? അതെ, എന്താ? എനിക്ക് ദസ്തയേവ്സ്കി ഒന്ന് കാണണം. എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരാ അദ്ദേഹത്തിൻ്റെ? ഞാനോ? ഞാൻ ഫെദോസ്യ, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരി. അല്ലെങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ സ്വന്തപ്പെട്ടിട്ടെന്ന് പറയാൻ ഞാനേ ഉള്ളൂ. അകത്തുണ്ട്, വാതിൽ മുട്ടിയാൽ മതി. ആരാ? ഞാൻ അന്ന. ഓൾഖിൻ പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങേക്ക് ഒരു സ്റ്റെനോയെ വേണമെന്ന്, നോവൽ പകർത്താൻ. ഓ ഓ, ഞാൻ ഓൾഖിനോട് പറഞ്ഞിരുന്നു. വരൂ. എന്താ നിന്റെ പേര്? അന്ന ഗ്രിഗറിവിനോസ് നിഗ്ന. അന്നയെന്ന് വിളിക്കും. എത്ര നാളായി അന്ന സ്റ്റെനോഗ്രാഫി പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 മാസം. എത്ര കുട്ടികളുണ്ട് അവിടെ ഓൾഖിന്റെ സ്കൂളിൽ? ആദ്യം 150ഓളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ടി 25. അതെന്താ അങ്ങനെ? എല്ലാവരും ആദ്യം വിചാരിക്കുക സ്റ്റെനോഗ്രാഫി എളുപ്പമാണെന്നായിരിക്കും. പിന്നെയല്ലേ അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത്. അന്നേരം ഇട്ടേച്ച് പോകും. ഏത് പുതിയ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത്. ആദ്യം തോന്നും എളുപ്പമാണെന്ന്, പിന്നെയാണ് അതിൻ്റെ വിഷമം മനസ്സിലാകുന്നത്. കഷ്ടപ്പെടാൻ ആർക്കാണ് മനസ്സുള്ളത് ഇക്കാലത്ത്? അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? മനസ്സിലായില്ലെന്നാണോ? എങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും. നീ വന്നിരിക്കുന്നതും വിഷമം പിടിച്ച ഒരു പണിക്കാണ്. എൻ്റെ കാര്യമാണെങ്കിൽ എത്ര കഷ്ടപ്പെടാനും ഒരുക്കാണ് ഞാൻ. സാറ എങ്ങനെ, വല്ലതും വായിക്കുന്ന കൂട്ടത്തിലാണോ? എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകളും വേദപുസ്തകവും ഒഴിച്ച്? ഉവ്വ്, ഫൈദോറിൻ്റെ പാവപ്പെട്ടവരും കുറ്റവും ശിക്ഷയും വായിച്ചിട്ടുണ്ട്. ഞാൻ സാറയല്ല, അന്നയാണ്. ഓ, ക്ഷമിക്കണം, ഓർമ്മപ്പിശക് കൊണ്ടാണ്. അന്ന കേൾക്ക്, നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി തീർക്കണം എനിക്ക്, നവംബർ 1 മുമ്പ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് പകർത്തി എഴുതാൻ ഒരാളെ വയ്ക്കാൻ ആലോചിച്ചത്. പക്ഷേ എൻ്റെ മനസ്സതിന് വഴങ്ങുന്നില്ല. ഇപ്പോഴെൻ്റെ ആലോചന ആ നോവലിൻ്റെ ആശയം തന്നെ അങ്ങ് ഉപേക്ഷിച്ചാലോ എന്നാണ്. ശമ്പളത്തിൻ്റെ കാര്യം കൊണ്ടാണെങ്കിൽ ഞാൻ എഴുത്ത് തനിയെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ധ്യാനം പോലെ, പ്രാർത്ഥന പോലെ, അത്ര രഹസ്യമായിട്ട്, അത്ര ഏകാന്തമായിട്ട്. മറ്റൊരാളുടെ പങ്കാളിത്തം അതിൻ്റെ സകല വിശുദ്ധിയും നശിപ്പിക്കും. ഞാൻ ദസ്തയേവ്സ്കി എന്നൊക്കെ കേട്ടപ്പോൾ അതെന്തോ ആവട്ടെ. നിനക്കെന്തു തോന്നുന്നു? എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണോ? കഷ്ടപ്പെടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? അതെ. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് കളയാം. ഞാൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ നിന്ന് ഒരു ഭാഗം വായിക്കും. നീ എഴുതുമോ?
പെട്ടെന്ന് സോണിയ അടുത്തുള്ള കാര്യം അയാൾ അറിഞ്ഞു. അവൾ നിശബ്ദമായി അടുത്ത് ചെന്ന് അയാളുടെ അരികിലിരുന്നു. അവളുടെ മുഖത്ത് അപ്പോഴും രോഗലക്ഷണമുണ്ടായിരുന്നു. അത് വിളർത്തും വാടിയുമിരുന്നു. സ്നേഹത്തോടെ അയാളെ നോക്കിയതിനു ശേഷം പണ്ടേ പോലെ അവൾ കൈത്തലം നീട്ടിക്കാണിച്ചു. സ്വീകരിക്കുമോ എന്ന സംശയത്തോടെ. കുറച്ച് സാവകാശത്തിൽ പറഞ്ഞാൽ. ഓ, ഒച്ചഴയും പോലെ അല്ലേ? എവിടെ എഴുതിയിടത്തോളം ഒന്ന് കാണട്ടെ. ഛേ, എന്തുമാതിരി എഴുത്താണിത്! യാതൊരു ഭംഗിയുമില്ല. ഇതെങ്ങനെ വായിക്കും? നോക്കൂ, ഒരു വാക്യം വിട്ടുപോവുകയും ചെയ്തു. നിന്നെയൊക്കെ ആരാ സ്റ്റെനോഗ്രാഫി പഠിപ്പിച്ചേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അന്ന. ആ, അന്ന. അന്ന വാടിപ്പോയല്ലേ? നീ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആകെ അസ്വസ്ഥനാണ്. അന്ന കേട്ടിട്ടുണ്ടോ എന്തോ? ഞാനൊരു ചുഴലിദീനക്കാരനാണ്. ഇന്നലെ ഞാനതിൻ്റെ സന്നിയിലായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. അന്ന ഇപ്പോൾ പോയിട്ട് വൈകിട്ട് വരൂ, അതാണ് നല്ലത്. എങ്ങനെ, വരുമോ? എന്താ മിണ്ടാത്തെ? മൂളിയാൽ പോരാ, വരണം. എൻ്റെ ശാപം ഇതാണ്. ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരെയും വെറുപ്പിക്കും. പീറ്റർ, നീ ആ തുക മുഴുവൻ ചുവപ്പിൽ വെക്കേ. എന്റെ കീശ മുഴുവൻ കാലിയായി. ഇത് അവസാനത്തെ പരീക്ഷണമാണ്. സർഗേവിനെ താൻ അട്ടിമറിച്ചു. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. സൂചി വരയിലാ നിൽക്കുന്നേ. ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ആരാ ആരാ ബഹളം ഉണ്ടാക്കുന്നേ? കളി തോക്കുമ്പോ ബഹളം വെക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പൊളിഞ്ഞു. അവസാനത്തെ നീക്കവും പാളി. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇനി കളിക്കണ്ടെന്ന്. അന്നേരം വാച്ചും പണയം വെച്ച് തീർന്നില്ലേ കളി? ഒരു റൂബിളെങ്കിലും ബാക്കിയുണ്ടോ കയ്യിൽ? അല്ലെങ്കിൽ എന്നാ കളിച്ച് ജയിച്ചിട്ടുള്ളത്? അങ്ങനെ ചരിത്രമുണ്ടോ ഇവിടെ? സാരമില്ല, കളി ജയവും തോൽവിയൊക്കെ ഇതാദ്യമാണോ ദസ്തേവ്സ്കിക്ക്? ഇത് ഇപ്പോൾ പണയം വയ്ക്കാൻ കയ്യിലൊന്നുമില്ല. സത്യം ചെയ്തു. എന്തിനാ അയാളെ കുറ്റപ്പെടുത്തുന്നേ? എല്ലാ കളിയിലും തോക്കുന്ന ഒരാൾക്ക് ആരാ കടം കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു ജന്മം എന്ത് കിട്ടിയാലും അതൊക്കെ നശിപ്പിക്കും. ഒന്നുകിൽ ചൂതുകളിക്ക്, അല്ലെങ്കിൽ കള്ളിഷാപ്പില്. ഒരാളിങ്ങനെ നശിക്കുന്നത് ഓർക്കുമ്പോ അമ്മേ, അമ്മേ! ഈ അമ്മ എവിടെ പോയി? വിളിച്ചാ കേൾക്കില്ല. എന്താ അമ്മയ്ക്ക്? നീ വിളിക്കുന്നുണ്ടോ എന്ന് കാതോർത്തിരിക്കുകയാണോ എൻ്റെ തൊഴില്? അല്ല, നീ എങ്ങോട്ടാ? ദസ്തേവ്സ്കിയുടെ അടുത്തേക്ക്. അപ്പോഴേ നീ ഇന്നലെ പറഞ്ഞതോ? ഇനി പൊന്നളന്ന് ശമ്പളം തന്നാലും ആ മനുഷ്യൻ്റെ ജോലി വേണ്ടാന്ന്. പിന്നെ ഓർത്തപ്പോൾ ആ മനുഷ്യൻ പാവമാണമ്മേ, ഒരു ശുദ്ധാത്മാവ്. ഇതാണ് നിന്റെ സ്വഭാവം. നിമിഷം മതി മനസ്സ് തകടം മറിയാൻ. ഇത്രയ്ക്ക് കർക്കശക്കാരനായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല. നിസ്സാര കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കും. ഇന്നലെ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. എൻ്റെ അമ്മേ, ഇങ്ങനെയുണ്ടോ ഒരു ചാടിക്കടിക്കല്? ഒരു വന്യമൃഗത്തെ പോലെ. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. സ്നേഹത്തെയും സങ്കടങ്ങളെയും കുറിച്ച് എഴുതുന്ന ആളാണെന്നേ തോന്നില്ല അന്നേരം. ചിലപ്പോൾ മനുഷ്യരങ്ങനെയാ. നിനക്കിതൊക്കെ മനസ്സിലാക്കാൻ കുറെ കഴിയും. ആ, ഞാൻ പോകുന്നമ്മേ. ഫെദോസിയ? ആരാ?
ഓ, അന്ന ഫാദർ അവിടെ ഉണ്ട്. ആരാ? ഞാൻ ഓ, ഞാൻ വിചാരിച്ചത് നീ വരില്ലെന്നാണ്. ഇന്നലെ എൻ്റെ പെരുമാറ്റം അത്ര മോശമായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ല. ഒരാൾക്ക് എപ്പോഴും നല്ലവനായിരിക്കുക അസാധ്യമാണ് കുട്ടി. ഞാൻ വൃത്തികെട്ടവൻ, മൊശടൻ, മര്യാദയില്ലാത്തവൻ. സോണിയ എന്നോട് ക്ഷമിക്കേ. എന്റെ പേര് സോണി എന്നല്ല, ഓ, ഞാൻ അന്നയാണ്. അതെ അതെ, അന്ന. ഇന്നലെ ആ പേര് പലവട്ടം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു നോക്കി. എന്തൊരു മറവി! ഞാൻ പല ഭ്രാന്തും കാണിച്ചെന്നിരിക്കും. അതൊന്നും കാര്യമായിട്ടെടുക്കരുത്. പലതരം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. കുറെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് പറഞ്ഞു. ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതി കഷ്ടതകൾ അനുഭവിച്ച ഒരാളുണ്ടെന്ന് വിചാരിക്കേ, തീർച്ചയായും അയാൾ മുഴുഭ്രാന്തനായിരിക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഭ്രാന്തിൻ്റെ വക്കിൽ പിടിച്ചു നിൽക്കുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ദൈവത്തിന് നന്ദി. ഒരാൾ സ്വന്തം പിഴ ഏറ്റുപറയുന്നതിൽ എന്താണ് തെറ്റ്? നോക്കൂ, അന്നയ്ക്ക് സമ്മതമാണെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അന്നയുടെ മുമ്പിൽ മുട്ടുകുത്താം. വേണ്ട വേണ്ട, അതിനും മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നോടെന്നല്ല, ആരോടും. ഇതിനു മുമ്പ് എൻ്റെ തെറ്റുകൾക്ക് എന്നോട് ആരും ക്ഷമിച്ചിട്ടില്ല. എല്ലാവരും എന്നെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയുമാണ് ചെയ്തത്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ലോകം ദസ്തയോസ്കിയെ മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിലല്ല. നേരോ? അന്ന വിശ്വസിക്കുമോ? ഞാൻ എല്ലാം പറയുന്നില്ല. അതൊക്കെ ഒരു മനുഷ്യാത്മാവിൻ്റെ കുരിശുമരണങ്ങളാണ്. ഞാനൊരു ക്രിസ്തുവാകാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കരുത്. എല്ലാം ഒന്ന് വിസ്തരിച്ച് കേൾക്കണം എന്നുണ്ട്. വേണ്ട. ഒരാൾ ചീത്ത ജീവിതം ജീവിച്ചതും പോരാഞ്ഞിട്ട് അതൊക്കെ മറ്റുള്ളവരോട് വർണ്ണിക്കാനും നിൽക്കണോ? നോവൽ പറഞ്ഞു തന്നെങ്കിൽ ഞാൻ എഴുതിയേനെ. കണ്ടോ, ഞാനത് മറന്നു. എനിക്കെന്തോ കുഴപ്പമുണ്ട്. ആ, ഞാൻ റെഡി. അന്ന അങ്ങോട്ടിരുന്നോളൂ. ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ്. പറഞ്ഞു വരുമ്പോൾ കുറേയൊക്കെ അത് എൻ്റെ കഥയായിട്ട് വരും. അന്നയ്ക്ക് എത്ര വയസ്സായി? 20. ഞാൻ ഊഹിച്ചത് തന്നെ. എനിക്ക് എത്രയായെന്നറിയാമോ? 45. കണ്ടാൽ അതിൽ കൂടുതൽ തോന്നും അല്ലേ? ഇല്ലില്ല. അല്ലെങ്കിൽ നോവൽ നമുക്ക് നാളെ തുടങ്ങാം. ഇന്നെന്തോ ഒരു വെളിപാട് കിട്ടുന്നില്ല. ചൂതുകളിക്കാരൻ സ്വന്തം കഥയാണെന്ന് പറഞ്ഞത്? അതെ അതെ, വായിക്കുന്നവർക്ക് തോന്നും അതൊരു ഭ്രാന്തൻ്റെ കഥയാണെന്ന്. ഐശ്വര്യവും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ അർഹിക്കുന്നവർക്കല്ല കിട്ടുന്നത്. ഞാൻ ദൈവത്തെ വിമർശിക്കുകയാണെന്ന് കരുതരുത്. ആലോചിച്ച് നോക്കുമ്പോൾ ഈ ലോകം തന്നെ ഒരു ചൂതുകളി സ്ഥലമല്ലേ? ചിലർ നേടുന്നു, ചിലർ നഷ്ടപ്പെടുന്നു. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ രഹസ്യം എന്താണ്? എനിക്കൊന്നും അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പട്ടാളക്കാരൻ്റെ തോക്കിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന്. പട്ടാളക്കാരൻ്റെ അല്ല, സാർ ചക്രവർത്തിയുടെ. മരണം തൊട്ടു മുമ്പിൽ, ഒരു നിമിഷത്തിൻ്റെ അകലത്തിൽ. ആദ്യം എനിക്കത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. ഒരാൾ അങ്ങനെ മരണം ഒരു കാഞ്ചി വലിക്കുന്നതും കാത്ത്. എൻ്റെ ദൈവമേ! പട്ടാളക്കാരുടെ കവാത്ത് മൈതാനത്ത് കൈകാലുകളിൽ പൂട്ടപ്പെട്ട ചങ്ങലകളോടെ നിന്നു. സംഗതി തീരാൻ പോകുകയാണ്. ദൂരെ ഒരിടത്ത് 15 ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നു. അന്ത്യകൂദാശയ്ക്ക് വൈദികൻ വന്നു. കുരിശുമുത്തിയപ്പോൾ ജീവിതത്തിലന്ന് ആദ്യമായി ക്രിസ്തുവിനെ ചുംബിക്കുന്നത് പോലെ തോന്നി. പട്ടാളക്കാർ തോക്കിൽ ഉന്നം പിടിച്ചു. ഭൂമിയിൽ തൻ്റെ അവസാന നിമിഷം. അപ്പോൾ അശ്വാരൂഢനായ ഒരു ഭടൻ വരുന്നു. വെള്ള തൂവാല വീശിക്കൊണ്ട്, കൊല്ലണ്ട, കഠിനതടവ് മതിയെന്ന്. ഭയങ്കരം തന്നെ. നമ്മുടെ ജീവിതവും മരണവുമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്താണ്. അന്നയ്ക്കറിയാമോ, ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ ഹൃദയത്തിനകത്താണ്. എനിക്കിപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്. വേണ്ട അല്ലേ? ആ, നമ്മളിപ്പോൾ യാത്ര പറയുകയാണ്. കടം തരാൻ സന്മനസ്സുള്ള ഒരാളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പാഴായത് തന്നെ.
ഓടി വരൂ. ഫൈദോറിന് എന്താ എന്താ എന്നെ? ഫൈദോറ് ബോധം കെട്ടു വീണു. ആ, ചുഴലിയാണ്. അന്ന ആദ്യം കാണുകയാണല്ലേ? പേടിക്കണ്ട, നമുക്കിത് നോക്കി നിൽക്കാനേ കഴിയൂ. എന്റെ ദൈവമേ, ഇത്രയൊക്കെ സഹിച്ച് ഒരാൾ ജീവിക്കുന്നത് ഓർക്കുമ്പോൾ. ഇത്രയൊക്കെ എന്ന് വെച്ചാൽ? നിനക്കതൊന്നും അറിയില്ലേ? ആരും പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഇല്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. സൈബീരിയയിലെ തടവിൽ കുറേ വർഷം. ഒരു മനുഷ്യൻ ജീവിതം മടുക്കാൻ അതുപോരെ. അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് മെറിയായെ കണ്ടുമുട്ടുന്നത്. വേറൊരാളുടെ ഭാര്യയെ, ഒരു കുട്ടിയും ഉണ്ടവൾക്ക്. അങ്ങനത്തെ ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നും പറയാതിരിക്കുക ഭേദം. നരകിച്ചു. കടം, സർവത്ര കടം. അതൊന്നും പോരാഞ്ഞിട്ട് ഈ രോഗവും. ഇന്നലെ എൻ്റെ ചുഴലിയിളക്കം കണ്ട് അന്ന പേടിച്ചു പോയല്ലേ? എനിക്ക് വലിയ സങ്കടം വന്നു. ചുഴലിയിളക്കം കണ്ടു നിൽക്കുന്നവർക്ക് വിഷമം തോന്നും. ശരിയാണ്, രോഗം എപ്പോഴും രോഗം തന്നെയാണ്. എന്നാൽ ഞാൻ അതിനെ ദിവ്യമായിട്ടാണ് കരുതുന്നത്. അലൗകികമായ ആ നിമിഷങ്ങൾക്ക് ഞാൻ എൻ്റെ ആയുസ്സിലെ 10 വർഷം പകരം കൊടുക്കും. അല്ലെങ്കിൽ ഒരായുസ് മുഴുവൻ. അതെ, ഒരായുസ് മുഴുവൻ. എന്താ ഈ പറയുന്നേ? രോഗം അനുഗ്രഹമാണെന്നോ? എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഇതെന്താ ഇങ്ങനെ ഇരിക്ക പൊറുതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എത്രാമത്തെ സിഗരറ്റാ കത്തിക്കുന്നേ? ഇങ്ങനെ നിർത്തില്ലാതെ പുകവലിക്കുന്നത്? ഞാനൊന്ന് പുറത്തു പോയി വരാം, വേഗം. എങ്ങോട്ടാ ധൃതി വെച്ച്? ചൂത് കളിക്കാനല്ലേ? ഇപ്പോൾ പോകണ്ട. എന്താ നീ പറഞ്ഞേ? നോവൽ നല്ല ഒഴുക്കിന് വരികയല്ലായിരുന്നോ? അതിനിടയ്ക്കൊരു പോക്ക്. ചൂത് കളിക്ക്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? നീ ആരാ എന്നെ ഉപദേശിക്കാൻ? ഞാൻ ആരുമല്ല. 50 റൂബിൾ കൂലി കിട്ടുമല്ലോ എന്നോർത്ത് നിങ്ങളുടെ നോവൽ പകർത്തി എഴുതാൻ വന്ന വെറും ഒരു സ്റ്റെനോ. നിങ്ങൾ എങ്ങനെ നശിച്ചാൽ എനിക്കെന്താ? നല്ലത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. പൊയ്ക്കോ. ചൂത് കളിക്കാനോ കള്ളു കുടിക്കാനോ എന്തിനു വേണേലും പൊയ്ക്കോ. പണയം വെച്ചോ കടം മേടിച്ചോ തുരയ്ക്ക്. എനിക്കെന്ത് നഷ്ടം? ഞാൻ പോവാണ്. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, കൂലിയും വേണ്ട. വേറെ ആരെയെന്ന് വെച്ചാൽ വിളിച്ചെഴുതിച്ചോ. ഫെദോസ്യ. എന്താ കുട്ടി? ഞാൻ പോവാണ്. ഇങ്ങനെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്കിഷ്ടമല്ല. എനിക്കതിന്റെ ആദായവും വേണ്ട. അന്ന, പോകരുത്. ഞാനാ പറഞ്ഞേ, പോകരുതെന്ന്. അന്ന, അന്ന എന്നോട് ക്ഷമിക്ക്. അന്ന ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആര് ക്ഷമിക്കും എന്നോട്? ക്ഷമിക്കാനും ക്ഷമിക്കാതിരിക്കാനും ഞാനാരാ? ഒരാൾ നന്നാവണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും വകവെച്ച് തരുന്നില്ലെങ്കിൽ? അന്ന, നവംബർ 1 മുമ്പ് നോവൽ തീർത്തു കൊടുത്തില്ലെങ്കിൽ എൻ്റെ എല്ലാം അയാൾക്കായി തീരും. ഞാൻ എൻ്റെ ജീവിതമാണ് പണയപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴന്ന എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും? ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കുണ്ട് വിഷമം. എന്താ അതും മനസ്സിലാക്കാത്തെ? എത്ര വേഗം എഴുതിക്കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ എത്ര സന്തോഷത്തോടെ. സന്തോഷം? എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ദൈവത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു, ശാപങ്ങൾ കൊണ്ടൊരാളെ അനുഗ്രഹിക്കണമെന്ന്. എങ്ങനെ ഇരിക്കുമെന്നറിയാൻ ദൈവം ഇപ്പോൾ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്നേ? ഒരു ഫലിതം പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധത്തിൽ ഒരാൾ ഗൗരവപ്രകൃതിയായി തീരുന്നത് എന്ത് കഷ്ടമാണ്. ഇത് ഫലിതമൊന്നുമല്ല. ഒരാൾ തൻ്റെ ഹൃദയത്തിൻ്റെ 7 അയലത്തൂടി പോകാനും മറ്റുള്ളവരെ സമ്മതിക്കുകയില്ലെങ്കിലോ? ദൈവത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്?
ഇങ്ങനെ ഒരാളെ കാട്ടിത്തന്നതിന്. ഫലിതം പറച്ചിലൊക്കെ പിന്നെ. ആ, ഒന്ന് നോവൽ പറഞ്ഞു തരൂ. വെളിപാട് കിട്ടുന്നുണ്ടോ? അതാണ് കുഴപ്പം. ഒരു കടലോളം എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെ അത് വാക്കുകളിൽ പകരും? പ്രസാദിക്കാൻ കൂട്ടാക്കാത്ത ഏതോ ഒരു ദുർദേവതയ്ക്ക് സ്വയം ബലി കൊടുക്കും പോലെയാണ് എഴുത്ത്. നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ? എങ്ങോട്ട്? അനന്തമായ ആകാശത്തിന് ചുവട്ടിൽ. എൻ്റെ കാര്യത്തിൽ ദൈവത്തിനൊരു പെശക് പറ്റി. പക്ഷിക്ക് വേണ്ടി സൃഷ്ടിച്ച ആത്മാവെടുത്ത് മനുഷ്യക്കോലത്തിൽ വെച്ചു. എപ്പോഴും കുറ്റം ദൈവത്തിന്. എന്നെ മനസ്സിലാക്കാൻ വേറെ ആരാ ഉള്ളത്? നമുക്ക് നേവാ നദിയുടെ തീരത്ത് ചെന്നിരിക്കാം കുറേ നേരം. എന്താ? നോക്ക്, നേവാ നദി ധ്യാനനിരതമായ ഒരു മനസ്സുപോലെ പരമശാന്തമായിട്ട്. എന്തൊക്കെയോ ഓർമ്മകൾ ഇതിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അല്ലേ? ഒരു ചോദ്യം, ചുമ്മാ ഒരു കടങ്കഥയെന്ന് വിചാരിക്കേ. ഒറ്റപ്പെട്ട ഒരാളുടെ വ്യഥയ്ക്ക് തുല്യമായി എന്താണുള്ളത്? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഏതാ ഈ പോളിന? ആഹാ, അറിയില്ലേ? ചൂതാട്ടക്കാരനിലെ ഒരു കഥാപാത്രം. അല്ല, അവൾ വെറുമൊരു കഥാപാത്രമാണെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവില്ല. കഥാപാത്രം അവിശ്വസനീയമാണെന്ന് പറയുമ്പോൾ അത് കഥാകൃത്തിന്റെ പാളിച്ചയാണ്. അതല്ല, അത് വെറും ഭാവനയൊന്നുമല്ല. പോളിനിയോടുള്ള സ്നേഹം കൊണ്ട് അലക്സിയുടെ ഹൃദയം കത്തിക്കാളുന്നു എന്ന് പറഞ്ഞില്ലേ? സത്യത്തിൽ കത്തിക്കാളുന്നത് ഫൈദോറിന്റെ ഹൃദയം തന്നെയല്ലേ? കുറെ മുമ്പ് ഞാൻ എൻ്റെ ഹൃദയം പൂട്ടി താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞു. അതെവിടെയെങ്കിലും കിടന്ന് കിട്ടിയോ നിനക്ക്? എൻ്റെ ഹൃദയത്തിന്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? ചില സ്നേഹബന്ധങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കറിയില്ല കുട്ടി, ദസ്തയേവ്സ്കി എത്ര ദൂരം താണ്ടിയാണ് ഇവിടെ എത്തിയതെന്ന്. എന്തെല്ലാം അനുഭവിച്ച്, എത്രയെത്ര കുരിശുമരണങ്ങൾ സഹിച്ച്. നീ കുറെ കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്ത് കേട്ടു? ദരിദ്രൻ, നിസാരൻ, നിന്ദ്യൻ, കടക്കാരൻ, ചൂതുകളിക്കാരൻ, കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുത്തൻ, അസന്മാർഗി. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ചികഞ്ഞു നോക്കുമ്പോൾ വേറെയും കാണും കുറ്റങ്ങൾ. അതിനെന്തിനാ എന്നോട് പിണങ്ങുന്നേ? ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ആക്ഷേപിക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട്. ജീവിതവും വിധിയും എന്നോട് എന്താണ് കാട്ടിയത്? ഒരാൾ ദരിദ്രനാകുന്നത് ഒരു കുറ്റമാണോ? ഉണ്ടായിരുന്ന സാമ്രാജ്യം വിറ്റ് അതിൻ്റെ പൊൻപണം മുഴുവൻ കടലിലെറിഞ്ഞിട്ടാണോ ഞാൻ ദരിദ്രനും കടക്കാരനുമായത്? ഞാൻ ചോദിച്ചതേ അബദ്ധം. എൻ്റെ ദൈവമേ, ഈ അഗ്നിപർവ്വതത്തെ ഒന്ന് തണുപ്പിക്കൂ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ തടവിൽ പാർപ്പിച്ചത്. സൈബീരിയയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 4 വർഷം. കള്ളന്മാരുടെയും കൊലപാതകികളുടെയും കൂടെ ഉന്നം പിടിച്ച തോക്കിൻ്റെ മുമ്പിൽ കാഞ്ചു വലിക്കുന്നതും കാത്ത്. എനിക്ക് ഭ്രാന്ത് പിടിക്കാഞ്ഞതാണ് അത്ഭുതം. പുറത്ത് കടന്നപ്പോൾ വേലിക്കെട്ടിനരികിൽ ഒരു പെണ്ണ് നിൽക്കുന്നു, സ്നേഹവും സാന്ത്വനവും കൊണ്ട്. അതേതാണ്ടൊക്കെ ഫെദോസ്യ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആ കിഴവിക്ക് എന്തറിയാം? ഞാൻ ബലാത്കാരമായി ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്താണ് സ്നേഹം? വയലിൻ കമ്പിയിൽ സംഗീതമുണ്ടാക്കുന്നത് ഒരാളുടെ സ്നേഹമാണ്. ഒരു മഹാശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉരുവായതെങ്ങനെ? ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിച്ചതുകൊണ്ട്. എൻ്റെ സ്നേഹത്തിന് കറയുണ്ടെന്ന് ആര് പറയും? ഫൈദോർ, എന്തിനാ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നേ? ശാന്തനാകൂ. ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനവും തോന്നാവുന്ന ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്നെ സ്നേഹിക്കാനും ആളുണ്ടായി. ഏത് സ്നേഹത്തെയും വിശുദ്ധമായിട്ടാണ് ഞാൻ കണ്ടത്. എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഞാൻ അസന്മാർഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാളെ പറ. ഓഹ്, ദൈവത്തെ ഓർത്ത് മതി. അന്നയ്ക്കറിയാമോ, ഏതോ കുരിശിൽ കിടന്ന് പിടയും പോലെയായിരുന്നു എന്നും എൻ്റെ ജീവിതം. ഞാൻ എന്നെ ഒരു വിശുദ്ധനാക്കുകയാണെന്ന് ധരിക്കരുത്. എൻ്റെ ദൈവമേ, ഈ ആത്മാവിനോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എത്ര ക്രൂരമായിട്ട്. എന്താ പറഞ്ഞേ? ഞാൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു, സ്വന്തം പുത്രന്മാരെ തന്നെയാണോ കുരിശിന് കൊടുക്കുന്നതെന്ന്. അന്ന എന്നോട് ക്ഷമിക്ക്. എനിക്ക് നിന്റെ കൈത്തലത്തിൽ ഒന്ന് ചുംബിക്കണമെന്നുണ്ട്.
വാരങ്ക, അന്നെ എവിടെ? ചേച്ചി കിടക്കുവാണ്. വിളിക്കവളെ ഇങ്ങോട്ട്. ചേച്ചി, ചേച്ചി. ഒച്ച വയ്ക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്. അദ്ദേഹം പോയോ? പോയി, ഒരു കുതിരവണ്ടിയില്. ദസ്തയേവ്സ്കി എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത്, എന്റെ ദൈവമേ, കണ്ടപ്പോ എന്റെ മനസ്സിടിഞ്ഞു പോയി. എന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇടിച്ചു പിഴിഞ്ഞ ഒരു കിഴവൻ. പോടി അവിടുന്ന്. നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അമ്മേ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? കിഴവനെന്ന്. ഏയ്, ലോകത്തിലേക്കും വെച്ച് സുന്ദരനായ ഒരു യുവാവ് പോരെ? അതെ. എന്താ സംശയം? നിനക്കത് മനസ്സിലാവില്ല. ആ മനസ്സിന്റെ ഭംഗി, അതിന്റെ മഹത്വം. അല്ല അന്നേ, നീ എന്തിനാ ദസ്തയേവ്സ്കി വന്നപ്പോൾ ഒഴിഞ്ഞു മാറിയത്? അദ്ദേഹത്തെ പോലെ ഒരാളിനോട് നുണ പറയേണ്ടി വന്നത്? ചേച്ചിക്ക് അദ്ദേഹം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മഹാനാണ്. എന്നിട്ട് ആ മഹാൻ വീട്ടിൽ അന്വേഷിച്ചു വരുമ്പോ ഇവിടെ ഇല്ലെന്ന് പറയാൻ അമ്മയെ ചട്ടം കെട്ടുന്നു. എന്നിട്ട് ആളിറങ്ങി പോകുന്നത് ഒളിഞ്ഞു നിന്ന് നോക്കുക. എന്താ ഈ നാടകത്തിന്റെ അർത്ഥം? നിനക്കതിപ്പോൾ മനസ്സിലാവില്ല അനിയത്തി. അത്രയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അകന്നു മാറുന്നതിന്റെ നീറ്റൽ നിനക്കത് മനസ്സിലാവില്ല. അമ്മേ, ദസ്തയേവ്സ്കിയുടെ കൂടെ കൂടി ചേച്ചിയും സാഹിത്യം തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നീ ഇവിടെ ഇല്ലെന്ന് നുണ പറയാൻ, ദൈവമേ, എൻ്റെ മനസ്സ് പതറിപ്പോയി. നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാത്തെന്താ? നിന്നെ കാണാഞ്ഞിട്ടല്ലേ അദ്ദേഹം അന്വേഷിച്ചു വന്നത്? സത്യം പറ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലമ്മേ. ആ മനുഷ്യന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ പോകണ്ട. അതിനിങ്ങനെ ഒളിച്ചു കളിക്കണോ? ഇനി തൊട്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ പോവുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. ഈ ചേച്ചിക്ക് എന്താ? അന്വേഷിച്ചു വരുമ്പോൾ ഒളിച്ചിരിക്കുക, പിന്നെ അങ്ങോട്ട് ചെല്ലുക. എന്താ ഇതിന്റെ പേര്? ഭ്രാന്ത്. അല്ല പിന്നെ. ഇതത് തന്നെ. ഇവാനും അന്വേഷിച്ചു വന്നിരുന്നു നിന്നെ. എന്നെ കാണാൻ ഇവാനും വരണ്ട, ഇലിയച്ചും വരണ്ട. അമ്മ പറഞ്ഞേക്ക്. അന്നേ, ഇതെന്താ കൊടുങ്കാറ്റൂതും പോലെ? ഫെദോസിയ, ഞാൻ ഇപ്പൊ വരാം, ഫൈദോറിനെ കണ്ടിട്ട്. ഫൈദോർ, അന്ന, എന്നോട് ക്ഷമിക്ക്. എന്തിന്? നമുക്ക് ഗാംബ്ലർ പൂർത്തിയാക്കണ്ടേ? പറഞ്ഞതാ, ഞാൻ എഴുതാം. വേണമെങ്കിൽ രാവും പകലും. എന്നെ പോലെ ഒരാൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാമെന്നാണോ? എന്നെപ്പോലെ ഒരാളോ? അതെ, ഒരു ദുഷ്ടന് വേണ്ടി. ദുഷ്ടനോ? എനിക്കങ്ങനെയല്ല തോന്നിയത്. പിശാചിന്റെയും പുണ്യവാളന്റെയും അംശങ്ങളുള്ള ഒരാള്. എന്താ ഇത്? പ്രശംസയോ പരിഹാസമോ? എന്റെ കണ്ണിൽ ലോകത്തിലെ എല്ലാ നന്മകളുടെയും ഒരു കടല്. ശപിക്കപ്പെട്ട ഒരാത്മാവ്, അതാണ് സത്യം. എന്തിനെ ഇങ്ങനെ സ്വയം ഇടിച്ചു താഴ്ത്തുന്നേ? അങ്ങനത്തെ ഒരാളെ ആര് സ്നേഹിക്കും? ഞാൻ സ്നേഹിക്കും. എന്താ അന്ന പറഞ്ഞത്? അങ്ങനത്തെ ഒരാളെ ജീവിതം മുഴുവൻ ഞാൻ സ്നേഹിക്കുമെന്ന്. മനസ്സിലായോ? ഒരു ദിവസം സുന്ദരിയായ പെൺകുട്ടിക്ക് വൃദ്ധനും ദരിദ്രനുമായ ചിത്രകാരനോട് സ്നേഹം തോന്നുമോ എന്ന് ചോദിച്ചില്ലേ? ഊവെന്നാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ സംശയം തീർന്നോ? അല്ലെങ്കിൽ തന്നെ ഞാനൊരു വഷളനാണെന്നാണ് കേൾവി. ഇതും കൂടിയാകുമ്പോൾ എന്തിനാ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ തന്നെ കുറ്റക്കാരൻ. എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ കുറ്റമാണ്. അന്ന ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നെ സ്നേഹിക്കാൻ. ഒന്നും കൂടി ആലോചിക്കാനോ? ഫൈദോർ എന്താ ഈ പറയുന്നേ? ഞാൻ ആലോചിക്കാതെയാണോ? എന്തോ ഒരു ചേർച്ചക്കുറവ്. എൻ്റെ ദയനീയമായ സാഹചര്യങ്ങൾ, ഒരു ദുസ്വപ്നം പോലെയുള്ള എൻ്റെ ഭൂതകാലം, അനിശ്ചിതമായ എൻ്റെ ഭാവി, എൻ്റെ പ്രായം. ഓർത്തു നോക്ക്, 25 വയസ്സിൻ്റെ വ്യത്യാസം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, എനിക്കിഷ്ടായിട്ടല്ലേ. ഞാൻ അന്നയെ ചതിച്ചതാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചാലോ?
ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. കുറ്റമോ? ആരോട്? അന്നയോട്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പോരെ, ഞാൻ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ പോവാണ് ലോകത്തോട് മുഴുവൻ. വാ, നമുക്ക് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. പള്ളിയിലേക്കൊന്നും ഞാനില്ല. അന്ന വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനിവിടെ നിൽക്കാം. ഞാൻ പള്ളിയിലേക്കല്ല, സിമിത്തേരിയിലേക്കാണ്. എൻ്റെ പിതാവിൻ്റെ ശവകുടീരത്തിന് മുന്നിൽ ചെന്ന് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണം. എൻ്റെ മനസ്സിന് എന്തോ ഒരു മ്ലാനത. പിതാവിൻ്റെ ശവകുടീരത്തിൽ ചെന്ന് അന്ന എന്താണ് പറയാൻ പോകുന്നത്? ഞാൻ ദസ്തയോസ്കിയെ സ്നേഹിക്കുന്നുവെന്ന്, എന്നെ അനുഗ്രഹിക്കണമെന്ന്. ചെളിക്കുണ്ടിൽ വീണുപോയ ഒരാളെ ഏത് പിതാവാ അതിന് സമ്മതിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം സ്നേഹിച്ചതല്ല, ഇത് ദൈവഹിതം പോലെ സംഭവിച്ചതാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഹൃദയത്തിൽ നന്മയും വിശുദ്ധിയുമുള്ള ഒരാളെ തിരിച്ചറിയാൻ എൻ്റെ പിതാവിനും കഴിയും. ആവോ, അന്നയ്ക്ക് ഒരബദ്ധം പിണഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അബദ്ധമോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ ശവക്കല്ലറയ്ക്കരികിൽ ഞാൻ ചെയ്ത കുറ്റത്തിന് മാപ്പ് ചോദിക്കാൻ പോകുകയാണെന്നാണോ വിചാരം? എന്തെങ്കിലും അബദ്ധം പിണഞ്ഞെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ആദ്യം ഞാനല്ലേ എൻ്റെ സ്നേഹം ഏറ്റുപറഞ്ഞത്? ജീവിതം നീളെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളുടെ മനസ്സിന് എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ പതർന്നു. ഞാൻ അന്നയുടെ ജീവിതം കൂടെ തുലയ്ക്കാൻ പോവുകയാണോ എന്ന്. എൻ്റെ ദൈവമേ, ഇത് വല്ലാത്ത കുരിശായല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടായിട്ടാണെന്ന്. അല്ലെങ്കിൽ അന്നേ, ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കാനുണ്ടോ എനിക്ക്? ശാപിക്കപ്പെട്ട എനിക്ക് എന്താ സംശയം? എനിക്ക് ഉറപ്പുണ്ട്. എന്തിന്റെ ഉറപ്പ്? മുമ്പൊരിക്കൽ ഫൈദോർ തന്നെ പറഞ്ഞില്ലേ, ദസ്തയോസ്കി ഏതോ അനശ്വരതയുടെ കൊയ്ത്തുകാരനാണെന്ന്. അത് സത്യമായിട്ട് വരും. ഇവിടെ നിൽക്ക്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം. യെരുശലേം നിവാസികളുടെ മേൽ യഹോവയുടെ ശാപം വീഴുന്നു. നിങ്ങളുടെ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിപെട്ടിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേയുള്ളൂ. വിശുദ്ധ നഗരം വേശ്യാലയമായി തീർന്നതെങ്ങനെ? അന്ന, എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതോ ഒരു കാട്ടിനകത്ത് അകപ്പെട്ടതുപോലെ ദൂരെ നിന്ന് ഭയാനകമായ മുഴക്കങ്ങൾ കേൾക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇങ്ങനെ പകച്ചു നോക്കുന്നത്? കൊടുങ്കാട്ടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് ദൈവദൂതനല്ല, ചെകുത്താനാണ്. എന്റെ കണ്ണുകളിൽ നിന്ന് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുന്നു. ഞാൻ ഏതോ കാട്ടിനകത്താണ്. എനിക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഭ്രാന്തൻ തോന്നലുകളൊക്കെ. ഞാൻ ഫെദോസിയോട് പറയാം ചായ ഉണ്ടാക്കാൻ. കടുപ്പത്തിലൊരു ചായ കുടിക്കുമ്പോൾ ഈ മൗഢ്യം മാറും. എന്നിട്ട് നമുക്ക് നോവൽ തുടർന്നെഴുതണം. ഇനി കുറച്ചല്ലേ ഉള്ളൂ. നോവൽ മണ്ണാങ്കട്ട, അത് വലിച്ചു കയറി കാറ്റിൽ പറത്ത്. ഫൈദോർ, എന്താ ഇത്? പിന്നെ സ്റ്റെല്ലോസ്കിയോട് എന്തു പറയും? നവംബർ 1 മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ ഇന്ന് തീയതി എത്രയാണെന്ന് അറിയാമോ? നിനക്കെന്താ ഇത്ര ഉത്കണ്ഠ? സ്റ്റെല്ലോസ്കി എന്നെ ആജീവനാന്തം കടക്കാരനാക്കട്ടെ, അല്ലെങ്കിൽ ജയിലിൽ അടക്കട്ടെ. എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട. പോ എന്റെ മുമ്പിൽ നിന്ന്.
ഫൈദോർ, നോക്ക്, ഇത് ഞാനാണ്, അന്ന. അതിന് ഞാനെന്ത് വേണം? അന്ന, നീ ആരാ? ദൈവത്തിന്റെ അമ്മയോ? എനിക്കിപ്പോ ആരെയും കാണണ്ട. എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പിരിമുറുക്കമെന്ന്. ഇതാ നോക്ക്, പണം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പോയി ഇന്ന് പകൽ മുഴുവൻ ചൂത് കളിക്ക്. ഈ സങ്കടം മുഴുവൻ തീരും. അന്ന, എനിക്കറിയാം ചൂതുകളിയുടെ വിചാരം കീറിയാൽ പിന്നെ. ഞാൻ ഇതിനു മുമ്പ് ആരുടെയും മുമ്പിൽ ഇങ്ങനെ കീഴടങ്ങിയിട്ടില്ല. ആരാ പറഞ്ഞത് കീഴടങ്ങലാണെന്ന്? അത് കൊള്ളാം. ആ, സന്തോഷായിട്ട് പോ. ഫയദോർ മിഖേലോവിച്ച് ദസ്തയോസ്കി ഇന്ന് ഇതുവരെയുള്ള എല്ലാ തോൽവികൾക്കും പകരം വീട്ടും. ഹലോ, ഇന്ന് ചുവപ്പിന്റെ കളങ്ങളിലാണ് ഭാഗ്യം. ഇവിടെ വേറെ ആർക്ക് കളിക്കട്ടെ? കൊടുക്കവന്റെ കവളത്ത്. തോറ്റു തൊപ്പിയിട്ട് എന്നെ മേശ മറിക്കുന്നു. വിടരുതവനെ. എന്നെ തുടരുത്. എന്റെ കയ്യിൽ കത്തിയാണ് ഇരിക്കുന്നത്. ആരാ അവിടെ വെള്ളം ഉണ്ടാക്കുന്നത്? ആണെങ്കിൽ പോയാൽ എല്ല് വെള്ളമാക്കും. അയാളെ പിടിച്ച് പുറത്താക്ക്. കളിക്കാൻ അറിയാത്തവരൊക്കെ വന്ന് വെറുതെ. അല്ല, ആരാ ഇത്? ദസ്തയേവ്സ്കിയോ? കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? കിഴവൻ ഗ്രിഗറിയാക്കോവേ, താൻ ഇതുവരെ ചത്തില്ലേ? ഇല്ലെന്ന്. ഞാൻ ചത്താ പിന്നെ ഇവിടെ വെറും കൈയോടെ ചൂത് കളിക്കാൻ വരുന്നവർക്ക് കടം കൊടുക്കുന്നത് ആരാ? ഗ്രിഗറിയാക്കോവിന് മരണമില്ല. 7 ജന്മം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോഴും കിഴവൻ ഗ്രിഗറിയാക്കോവ് ഇവിടെ ഉണ്ടാവും, തന്റെ പണസഞ്ചിയുമായിട്ട്. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്? കടം ചോദിക്കാനാണോ? എനിക്കിന്ന് കിഴവൻ ഗ്രിഗറിയാക്കോവിന്റെ പണം വേണ്ട. നോക്ക്, ഞാൻ ഇന്ന് ധനവാനാണ്. എവിടെന്ന് കൊള്ളയടിച്ചതാ? സാർ ചക്രവർത്തിയുടെ ഖജനാവ് കൊള്ളയടിച്ചത്. എടോ കിഴവാ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ സന്തോഷത്തോടെ തന്നെ അനുഗ്രഹിച്ചതാ. ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങനെ ഒരാളോ? ദസ്തയേവ്സ്കിക്ക് സ്വാഗതം. ഈ മേശയിലിരിക്കുക. ദസ്തയേവ്സ്കി ചുവപ്പിൽ വെക്കാ. ഇന്ന് ചുവപ്പിലാണ് ഭാഗ്യം. ഞാൻ പാസയിലൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്ന് ചുവപ്പില്. അല്ല അല്ല, 0-ല്. ഹായ്, 0 അടിച്ചു. ഇന്ന് ദസ്തയേവ്സ്കിയുടെ ദിവസമാണ്. എവിടെ ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ പണം വാരിക്കെട്ടാൻ? ദസ്തയേവ്സ്കി, ഇനി മതി. ദസ്തയേവ്സ്കിയുടെ വിജയങ്ങൾ കണ്ട് എനിക്ക് ഭയമാകുന്നു. ചുമ്മാ നെല്ല് കളവാ. കറുപ്പ് കറുപ്പ് ചുവപ്പ്. എന്റെ ദസ്തയേവ്സ്കി, അത്രയും തുക വയ്ക്കല്ലേ. ഞാൻ വയ്ക്കും. ഇന്ന് എന്റെ ദിവസമാണ്, എന്റെ മഹാവിജയങ്ങളുടെ ദിവസം. മതി. ദസ്തയേവ്സ്കി മതി. ശേഷിച്ചതും കൊണ്ട് തിരിച്ചു പോകും, അതാ നല്ലത്. ദസ്തയേവ്സ്കിയെ നിങ്ങൾക്കറിയില്ല, അവൻ അങ്ങനെ പോവില്ല. എന്നാൽ കളിച്ച് നശിക്ക്. അല്ല പിന്നെ. അയ്യോ, ആ ദസ്തയേവ്സ്കിക്ക് ആരെങ്കിലും ഒരു റൂബിള് കടം കൊടുക്ക്.
അന്ന അന്ന ആരാ അത് ഈ അർദ്ധരാത്രിക്ക്? ഞാൻ ദസ്തേവ്സ്കി എന്ന മഹാപാപി. എന്താ ഇത്? എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. ഞാൻ കളിച്ചു തോറ്റു. എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നശിപ്പിച്ചു. ഞാൻ പാപിയാണ്. എന്നെ ശപിക്കേ. എന്താ ഇത്? കൊച്ചുകുട്ടിയെ പോലെ കളിച്ചു തോറ്റു, അത്രയല്ലേ ഉള്ളൂ? ഈ ഒരു തോൽവി കൊണ്ടൊന്നും ദസ്തയേവ്സ്കി തോൽക്കാൻ പോകുന്നില്ലെന്ന് ഉറക്കെ പറ ലോകത്തോട്. വന്ദനം ഫൈദൂർ. വന്ദനം അന്ന. ആഹാ, ഇതെന്താ പൂച്ചണ്ടൊക്കെ ആയിട്ട്? ഇന്ന് തീയതി ഏതാണ്? ഒക്ടോബർ 30. ജന്മദിന ആശംസകൾ. ഓഹോ, എന്റെ ജന്മദിനം. ഞാൻ പോലും അത് മറന്നു. എന്നിട്ടും അത് ഓർക്കാൻ ഒരാളുണ്ട്. നന്ദി പറഞ്ഞ് ഞാൻ ഈ സ്നേഹത്തിന്റെ കടം വീട്ടുന്നില്ല. അതൊന്നും വേണ്ട. വേഗം നോവൽ കൊണ്ടു കൊടുക്ക. ആ സ്റ്റെല്ലോസ്കിയുമായുള്ള ഇടപാട് തീർക്ക്. പോ വേഗം. ഇന്ന് അയാളുടെ കരാറിന്റെ അവസാനത്തെ ദിവസമല്ലേ? അതെ. നീ എന്താ എന്നെ ഒരു തണുപ്പ് മട്ടില്? ഞാൻ നിന്നെ കാണാനാണ് ഓടി വന്നത്. ഇലിയച്ചിന്റെ റിസർച്ചൊക്കെ പൂർത്തിയായോ? എനിക്കൊരു ജോലി ഉറപ്പായിട്ടുണ്ട്. എങ്ങനെ ജീവിക്കുമെന്നുള്ള പേടി ഇനി വേണ്ട. പിന്നെ ഇനി നമുക്ക് നീട്ടിക്കൊണ്ടു പോകണ്ട. ഏത്? നമ്മുടെ വിവാഹം. ഓ അതോ? ഞാൻ അത് ഇനിയും തീരുമാനിച്ചിട്ടില്ല. നീ എന്താ ഈ പറയുന്നേ? നിനക്ക് എന്നോട് സ്നേഹമില്ലേ? ആവോ, എനിക്കറിയില്ല. അന്ന എന്താ ഈ പറയുന്നേ? അന്നേ ആ സ്റ്റെല്ലോസ്കി ചതിച്ചു. ഫൈദോർ, എന്താ സംഭവിച്ചത്? ആ നീചൻ അവിടെ ഇല്ല. മനഃപൂർവ്വം മാറിയതാണ്. ദൈവമേ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നോവൽ ഏൽപ്പിച്ചില്ലെങ്കിൽ? ചതി. ഇതല്ലാതെ വേറെ ഒന്നുമല്ല. നോവൽ അവിടെ ഏൽപ്പിക്കാമായിരുന്നില്ലേ? അയാളുടെ ഓഫീസിൽ. അവരത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ചതി തന്നെ. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഈ നോവൽ വലിച്ചു കീറി ആകാശത്തിലേക്ക് എറിയാം. തമാശ പറയാൻ കണ്ട നേരം. വാ, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നമുക്ക് 5 മണിക്ക് മുമ്പ് നോവൽ കോടതിയിൽ ഹാജരാക്കാം. അന്നേ, ഞാൻ നിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഇലിയച്ച്, ഇപ്പോൾ പോ. നമുക്ക് ആ സ്നേഹം എന്ത് വേണമെന്ന് പിന്നെ ആലോചിക്കാം. ഫൈദോർ, വാ, സമയം കളയണ്ട. കോടതിയിൽ ചെന്നപ്പോ ജഡ്ജില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇൻസ്പെക്ടർ ഉണ്ടാവോ എന്തോ. വേഗം വാ, സമയം പോയി. ഭാഗ്യം, ഇൻസ്പെക്ടർ അകത്തുണ്ട്. വേഗം വരൂ. എനിക്ക് വയ്യ പോലീസുകാരൻ്റെ ഒക്കെ അടുത്ത്. നീ പോയിട്ട് വാ. സർ. എന്താ കേസ്? ഒളിച്ചോട്ടമാണോ? അല്ല, ഇത് ദസ്തയേവ്സ്കിയുടെ നോവലാണ്. ഇത് ഇന്ന് 5 മണിക്ക് മുമ്പ് സ്റ്റെല്ലോസ്കിയെ ഏൽപ്പിച്ചില്ലെങ്കിൽ ദസ്തയേവ്സ്കിയുടെ എല്ലാ പുസ്തകങ്ങളുടെ അവകാശം സ്റ്റെല്ലോസ്കിയുടേതാവും. അങ്ങനെ ഒരു കരാറുണ്ട്. കാര്യമൊക്കെ ശരി. അതിന് ദസ്തയേവ്സ്കി നോവലും കൊണ്ട് ചെന്നപ്പോൾ അയാൾ മാറിക്കളഞ്ഞു. അത് ചതിയാണ്. നോവൽ ഇവിടെ ഏൽപ്പിക്കാൻ ഒരു വക്കീൽ ഉപദേശിച്ചു. ഓ, അപ്പോൾ അതാണ് കാര്യം. നോവലിസ്റ്റ് എവിടെ? ദസ്തയേവ്സ്കി വരാന്തയിലുണ്ട്. അദ്ദേഹം ആകെ തകർന്ന നിലയിലാണ്. സാർ ഒന്ന് സഹായിക്കണം, ദൈവത്തെ ഓർത്ത്. മനസ്സിലായി. നിങ്ങൾ ദസ്തയേവ്സ്കിയുടെ ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പോലീസ് ഇൻസ്പെക്ടറെ നോവൽ ഏൽപ്പിച്ച്
അന്ന ഇറങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ ശേഷിക്കുന്ന എല്ലാ മോഹങ്ങളോടും കൂടി ദസ്തയേവ്സ്കി അവളെ നോക്കി. ദൈവീകമായൊരു നിമിഷമാണതെന്ന് അദ്ദേഹത്തിന് തോന്നി. ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ദസ്തയേവ്സ്കി ആ വഴിവക്കിൽ വെച്ച് അന്നയെ ആലിംഗനം ചെയ്തു. ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തങ്ങളിൽ നിന്ന് ഒരാത്മാവ് ദൈവീകമായ ഒരു നിമിഷത്തിൽ ഉയിർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ഒരു ശിഖരത്തിൽ വെച്ച് അതിൻ്റെ ഇണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത്. ഒരു സങ്കീർത്തനം പോലെ നാടകം സമാപിക്കുന്നു. രചന പെരുമ്പടവം ശ്രീധരൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ദസ്തയേവ്സ്കി അലിയാർ, അലോൻകിൻ ജി കെ പിള്ള, ഗ്രിഗറിയാക്കോവ് പി ഗംഗാധരൻ നായർ, സ്റ്റെല്ലൗസ്കി പി സി സോമൻ, ഇലിയച്ച് അനന്തപുരം രവി, പോലീസ് ഇൻസ്പെക്ടർ പട്ടം ബേബി, ചൂതുകളിക്കാർ കെ ആർ പ്രേമൻ, ജോസഫ് ഗാൻഷ്യസ്, അമ്പാടി തങ്കപ്പൻ, വഴുതക്കാട് ബാബു, അന്ന മീന നെവിൽ, ഫെദോസ്യ കോട്ടയം ശാന്ത, അന്നയുടെ അമ്മ സി എസ് രാധാദേവി, വാരങ്ക കൃഷ്ണപ്രിയ. പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഓർഗൺ രാജ്മോഹൻ പി ടി ബാബു ജോസ്, സാക്സോഫോൺ കീ ഫ്ലൂട്ട് ജോയ് പനച്ചിക്കൽ, ഇലക്ട്രിക് ഗിറ്റാർ എഡ്വിൻ സാമുവൽ, റിതം ബോക്സ് ലാലപ്പൻ, വയലിൻ ജെയിംസ് ജോയ്, സദാശിവൻ, യേശുദാസ്, ജോബി മാത്യു, ആലാപനം സീന തോമസ്. സംഗീതം മുരളി സിത്താര. സാങ്കേതിക സഹായം എസ് ഗോപിനാഥൻ നായർ. സംവിധാനം കെ എ മുരളീധരൻ, ബേബൻ കൈമാപ്പറമ്പൻ.